അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അപ്പം അവർ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ ഇത് കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പം അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. മരിച്ചൊരു സ്ത്രീയുടെ അവരുടെ അവസാനത്തെ മൊഴി സൂയിസൈഡ് നോട്ടിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ പരിഗണന ഈ കേസിന്റെ അന്വേഷണത്തിൽ നൽകേണ്ടതുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത റസീനയുടെ കുടുംബം, അതായത് ഉമ്മ ഒരിക്കലും തൻ്റെ മകളുടെ മരണത്തിന് കാരണക്കാരായവരെ ഒരിക്കലും ഒരു ഉമ്മ സ്വന്തം രക്തത്തിൽ പിറന്ന മകളുടെ മരണത്തിന് കാരണക്കാരായവരെ ഒരിക്കലും ഒരു ഉമ്മ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. മാതാപിതാക്കളായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പൊ നിലവിൽ ഈ പറയുന്ന റസീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് തെളിവുകളുടെയും മറ്റു ഇതിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതായത് ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഇപ്പോഴത്തെ കാലത്തെ മക്കളോട് ഒന്ന് ഉപദേശിക്കാൻ പോലും നമുക്ക് അർഹതയില്ല എന്നാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം ഇവരെ എന്തെങ്കിലും നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞ് ഇവര് വല്ല കയ്യബദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഈ ഉപദേശിച്ച ആളുകൾ പോലും ഇതിൽ കുറ്റവാളികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അടിക്കാനോ ചീത്ത പറയാനോ പോലും നമുക്ക് അവകാശമില്ല. അവർക്ക് നേരെ കൊണ്ടുപോയിട്ട് നമുക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ നാട്ടിലെ നിയമത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം നമ്മളുടെ നാട്ടിലെ നിയമത്തിന്റെ ഓരോ ചില പഴുതുകൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ചില പോരായ്മകളാണ് ഈ ഒരു വിഷയത്തിൽ ആ കാര്യവുമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം നിയമത്തിന്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന റസീനയുടെ ഉമ്മ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന വാക്കുകളുണ്ട്, അതും നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് റസീനയുടെ ഉമ്മയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. അറസ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവർ നല്ലതിന് വേണ്ടി ചെയ്തത്. അപ്പം ഇവർ ഇത് കുടുക്കിയിരിക്കുക. അതിലിപ്പം പറയുന്നത് അവരവിടെ ഇവരെ തടഞ്ഞു നിർത്തി രഹസ്യമായി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, അതൊന്നുമല്ല സത്യം. ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ളവർ യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നും പോകാത്ത പിള്ളേരാ. മോളെ ഒറ്റ വിഷമം നമ്മളടുത്ത് അങ്ങനെ കാണിക്കാറില്ല, തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് ഒന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ പിന്നെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോൾ. നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിന് കൂടുതൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. അതെ, ആ ഉമ്മ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകൾക്ക് നീതി കിട്ടണം. പക്ഷെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തവര് അവരല്ല പ്രതികള്. ഈ പറയുന്ന ആൺസുഹൃത്ത്, റസീനയുടെ ആൺസുഹൃത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അവനാണ് മരണത്തിന് ഉത്തരവാദി എന്നുള്ളത് ഇവിടെ ആ ഉമ്മ പറയുന്നുണ്ട്. ഈ ഉമ്മയുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരിക്കലും ഒരു മകളുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ, അത് ഇനി എത്ര വലിയ ആളുകളായിക്കോട്ടെ, എത്ര സുഹൃത്തുക്കളായിക്കോട്ടെ, എത്ര കുടുംബക്കാരായിക്കോട്ടെ, ആരായിക്കൊള്ളട്ടെ, അവരുടെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ളത് ആരാണോ അവരെ ഒരിക്കലും രക്ഷിക്കാൻ ഒരു ഉമ്മ ശ്രമിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അല്ലേ? അപ്പൊ ആ ഉമ്മയുടെ വാക്കുകളാണിത്. ആ ഉമ്മ തന്നെയാണ് പറയുന്നത്, ഇവരല്ല പ്രതികള്, ആൺ സുഹൃത്ത് കാരണമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ മകള് മരണപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ പോലീസിന് നിവർത്തികേട് എന്ന് പറയാം. പോലീസിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ആത്മഹത്യാ കുറിപ്പ്, അതായത് നമ്മളുടെ മരിക്കുന്നതിന് മുൻപ് നമ്മൾ എഴുതി വെക്കുന്നത്, നമ്മളുടെ അനുഭവം എന്താണോ അതാണ് പോലീസ് രേഖപ്പെടുത്തുക, അതാണ് പോലീസിന് സ്വീകരിക്കാൻ കഴിയുക. കാരണം അവസാന നിമിഷത്തിൽ നമ്മൾ പറയുന്നത് എന്താണോ
അത് മാത്രമാണ് തെളിവായിട്ട് അംഗീകരിക്കാൻ കഴിയുക. ആ വ്യക്തി മരണപ്പെട്ടു പോയി, പിന്നെ ആ വ്യക്തിയോടൊന്നും ചോദിക്കാനില്ല. അപ്പൊ ഈ മരണക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ കാരണങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്തായാലും നമ്മളുടെ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. 357/25 ഒരു 194 BNSS പ്രകാരമാണ് നമ്മൾ ഈ വിഷയം എടുത്തിരുന്നത്. ഇതൊരു ഹാങ്ങിങ് കേസായതുകൊണ്ട് അതിനുശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന സൂയിസൈഡൽ നോട്ട് റിക്കവറി ചെയ്യുകയും ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും സെഷൻ ഓൾട്ടർ ചെയ്യുകയുള്ള റിപ്പോർട്ടും പോലീസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ ഈ കൂടുതലായിട്ടുള്ള സെക്ഷൻസ്, വകുപ്പുകൾ പോലീസ് ആഡ് ചെയ്യും അതിൻ്റെ ഫൈൻഡിങ്സോടുകൂടി. അതായത് റസീനയുടെ കയ്യിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ട്, ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കാരണം പോലീസ് അങ്ങനെ തന്നെയാണ് അതിന്റെ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. കാരണം മരണപ്പെട്ട ഒരു വ്യക്തി അവസാനമായി എഴുതി വെച്ചത് എന്താണോ അതാണ് സത്യം എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുക. അതിപ്പോ ഞാനായാലും നിങ്ങളായാലും ആരായാലും നമ്മളുടെ നാട്ടിലെ നിയമപാലകരും നിയമം അതിന്റെ രൂപത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണറും പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ കേൾക്കാൻ നമുക്ക് സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിലെ ഒരു വ്യക്തത വരും. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മൾക്ക് ഈ വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൽ മരിച്ചൊരു സ്ത്രീയുടെ അവരുടെ അവസാനത്തെ മൊഴി, സൂയിസൈഡ് നോട്ടിന് സ്വാഭാവികമായിട്ടും ഒരു വലിയ പരിഗണന ഈ കേസിന്റെ അന്വേഷണത്തിൽ നൽകേണ്ടതുണ്ട്. അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു എവിഡൻസിന്റെ ഡോക്യുമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. പക്ഷേ ഇതുവരെയുള്ള പോലീസ് നടപടികളിൽ ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയമായ അന്വേഷണവും ഈ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി എടുത്തിട്ടുള്ളത്. അതെ, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ, സാറ് തന്നെ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം സൂയിസൈഡ് നോട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് കാരണങ്ങൾ, എന്താണ് ഏതാണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് ഉപദേശിച്ചതിലുണ്ടായ മനം നൊന്തുകൊണ്ട് മരിച്ചതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന വിഷയമാണ്. എന്തായാലും സാറ് പറയുന്ന ബാക്കി കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഇത് ആ ഒരു നാട്ടിൽ രണ്ട് സ്ത്രീകളുമായി ഒരു ആണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് പേര് കയറി വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്ന് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ്. അതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച പുലർച്ചെ ഇടയിലുള്ളൊരു സമയത്താണ് ഇതിലുള്ള സ്ത്രീ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം, കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള പോലീസ് നടപടി വിഷയത്തിലുണ്ട്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് സാറ് പറയുന്നുണ്ട്, അവരെ ഇരിക്കുന്നത്, മറ്റൊരു സുഹൃത്തിന്റെ കൂടെ ഇരിക്കുന്നത് കണ്ടത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ആളുകൾ അവിടെ രംഗത്തെത്തിയിട്ടുള്ളത്. അതിപ്പോ നമ്മളുടെ റിലേറ്റീവ്സ് ആയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പരിചയമില്ലാത്ത ഒരു ആൺ സുഹൃത്തുമായിട്ട് നമ്മളുടെ സഹോദരിയോ അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റീവ്സ് ആരെങ്കിലും സംസാരിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അത് പോയി ചോദ്യം ചെയ്യും. എന്താണ് ഇവരുമായിട്ട് എന്താണ് പ്രശ്നം, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും. കാരണം നമ്മളുടെ റിലേറ്റീവ്സ് ആവുമ്പോൾ, നമ്മൾ അറിയുന്ന കുട്ടികളാവുമ്പോൾ നമുക്കത് ചോദ്യം ചെയ്യാം. അതൊരു സദാചാരമായിട്ട് കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അതൊരു സദാചാരമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഈ പെൺകുട്ടിയുടെ ഭാവി ഓർത്ത്, ഈ പെൺകുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാകുക, ഈ ആളുകൾ അവളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതൊരു സദാചാര ആക്രമണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈമലർത്താനേ സാധിക്കുള്ളൂ. കാരണം അങ്ങനെ ഒരു സദാചാരമായിട്ട് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഇതൊരു സദാചാരം എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനോട് യാതൊരുവിധ യോജിപ്പുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊക്കെ നമ്മളുടെ റിലേറ്റീവ്സിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഒക്കെ സുഹൃത്തുക്കളുടെ പെങ്ങന്മാർ എവിടെയെങ്കിലും മറ്റൊരുത്തനുമായിട്ട്, അറിയാത്ത ഒരുത്തനുമായിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ചെന്ന് അവളോട് സംസാരിക്കും. ഇത് ആരാണ്, എന്താണ്, ഏതാണെന്നുള്ളത് ചോദിക്കും. അപ്പൊ അത് കാമുകനാണ്, മറ്റുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ ഇടപെടും. സുഹൃത്തിനെ വിളിക്കും, സുഹൃത്തിനോട് കാര്യം പറയും. പെങ്ങള് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ചോദ്യം കേട്ടുകൊണ്ട് ഈ പെങ്ങള് പോയി കണ്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറ്റക്കാരായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മളുടെ നാട്ടിലെ നിയമത്തിലുള്ളത്. അതിന്റെ കൂട്ടത്തിലൂടെ ആ മരിക്കുന്ന സ്ത്രീ, ഈ പെൺകുട്ടി ഒരു സൂയിസൈഡ് നോട്ട് കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കുറ്റവാളി ആരായിരിക്കും? ചോദ്യം ചെയ്യാൻ പോയ ഞാനായിരിക്കും. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ എന്തായാലും ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ നമ്മളുടെ കേരള പോലീസിന് കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മളുടെ നിയമം പറയുന്നത്. അതുപോലെ തന്നെ
ഈ ഒരു വിഷയത്തില് റസീനയുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആര് തന്നെ ആയിക്കഴിഞ്ഞാലും, ആൺ സുഹൃത്തായി കഴിഞ്ഞാലും ഇവരായി കഴിഞ്ഞാലും ആരാണ് ഉത്തരവാദികൾ, ആ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ കേരള പോലീസിന് അവരെ കണ്ടെത്താൻ കഴിഞ്ഞുകൊണ്ട് അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.